ഒരു 4 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങിയ സെമിനാരിയിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു. ആ സെമിനാരിൽ നിന്ന് പഠിച്ചിറങ്ങിയ അച്ഛന്മാരെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു 15 അലുമിനൈസ് അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ അവിടുത്തെ സെമിനാറിൽ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. സെമിനാരി ഫോർമേഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തു. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരനായിട്ടുള്ള MBA പഠിച്ചൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനൊരു ഹോസ്പിറ്റൽ ഡയറക്ടറാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം അവിടെയുള്ള ഓരോ സ്റ്റാഫിനും ഓരോ ഫയലുണ്ട്. അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ മിസ്റ്റേക്സ് ഒക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തൊരു ഫയലാണ്. അപ്പോൾ പിന്നീട് ചില ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനും ചില ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ ഫയൽ ഉപകരിക്കും. അതുപോലെ ഒരു സിസ്റ്റം സെമിനാരിലും വേണം. ഓരോ ബ്രദേഴ്സിൻ്റെ പേരിൽ ഓരോ ഫയൽ ഉണ്ടാവണം. അവരുടെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് എഴുതണം, അവരുടെ മിസ്റ്റേക്സ്. അപ്പോൾ എളുപ്പത്തിൽ അവരെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലരും ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഈ ഫയലിൽ വേർ ഇസ് ദ പ്ലേസ് ഫോർ ഗ്രേസ്? കൃപ എവിടെയാണുള്ളത്? MBA സിലബസിൽ ഒരിക്കലും പെടുത്താൻ പറ്റാത്തൊരു പാഠമാണ് ഇന്നത്തെ ഗോസ്പൽ. 100 ആടുണ്ട്, അതിലൊന്ന് വഴി തെറ്റിപ്പോയി. അപ്പോൾ ഈ 99ൻ്റെയും ലൈഫിനെ റിസ്കിലാക്കിയിട്ട് ഒന്നിൻ്റെ പിറകെ പോകുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. MBAയിൽ അത് സാധ്യമാണോ? നമ്മുടെ സ്ഥാപനം നിലനിർത്താൻ വേണ്ടി ഏറ്റവും വീക്കായിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്താണ് ഈശോ പറയുന്നത്, ഇല്ല, ആ വീക്കായിട്ടുള്ളതിൻ്റെ പുറകെ പോ. മറ്റ് കയ്യിലുള്ളത് 99 റിസ്കിലായാലും പ്രശ്നമില്ല. യു ഗോ ആഫ്റ്റർ ദ വീക്കസ്റ്റ് ലിങ്ക്. ഇതാണ് ഈശോയുടെ ഹൃദയം. ഈശോയുടെ ഹൃദയം ആഘോഷിക്കുന്ന ദിവസം കരുണയുള്ളൊരു ഹൃദയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം.